മാസപ്പടി കേസിൽ വീണ വിജയന്റെ 2.5 കോടിയോളം രൂപയുടെ സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടും. കണ്ണൂർ പിണറായി വില്ലേജിലെ 80 സെന്റ് ഭൂമിയടക്കമാണ് കണ്ടുകെട്ടുക. പിണറായി പാതിരിയാട് വില്ലേജുകളിൽ പരിശോധന നടത്തി വീണയുടെ സ്വത്തുക്കൾ ഇഡി തിട്ടപ്പെടുത്തിയിരുന്നു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനുണ്ട് കൊച്ചിയിൽ നിന്നും. ജിജീഷ്, ആദ്യഘട്ടം മുതൽ തന്നെ ഈ കേസ് ഇങ്ങനെ പിന്തുടരുന്ന ഒരാളാണ് ജിജീഷ്. നേരത്തെ തന്നെ വീണയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളുടെ പ്രാഥമിക ക്രമങ്ങളായ സമയത്ത് തന്നെ ജിജീഷ് അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 2.5 കോടിയുടെ സ്വത്ത് കണ്ടുകെട്ടുക എന്നുള്ളൊരു നീക്കത്തിലേക്ക് ഇഡി പോകുന്നത്. അത് വീണയ്ക്ക് മാത്രമല്ല, മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് തന്നെ വലിയ തിരിച്ചടിയേക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പ്രജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ തന്നെ ചില വിവരങ്ങൾ, പ്രത്യേകിച്ച് ഈ സ്വത്തുക്കൾ രണ്ടാം ഘട്ടത്തിലും വീണയുടെ കണ്ടുകെട്ടുന്നതും അതിൻ്റെ പരിശോധനകളും എല്ലാം തന്നെ നൽകിയിരുന്നു. അതിൽ ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് 2.5 കോടിയോളം രൂപയുടെ സ്വത്തുക്കളാണ് മുൻ മുഖ്യമന്ത്രി, നിലവിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ മകൾ ടി വീണയുടേതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നതും കണ്ടുകെട്ടാൻ ഒരുങ്ങുന്നതും എന്നതാണ്. 2.5 കോടിയുടെ സ്വത്തുക്കൾ എന്ന് പറയുന്നത് 80 സെന്റ് ഭൂമി വീണയ്ക്ക് ഉണ്ട്. പാതിരിയാട് ഒപ്പം തന്നെ പിണറായി വില്ലേജുകളിലായിട്ടാണ് വീണയുടെ പേരിൽ ഭൂമിയുള്ളത് എന്ന് കണ്ടെത്തിയിരുന്നു. പിണറായിലെ വില്ലേജിലുള്ള ഭൂമിയാണ് 80 സെന്റാണ് എന്ന് അന്വേഷണ സംഘം തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അത് വില്ലേജ് ഉദ്യോഗസ്ഥരുടെ, റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയും അവരുടെ കൂടി പിന്തുണയോടും കൂടിയാണ് ഈ സ്ഥലങ്ങളിൽ എവിടെയെല്ലാമാണ് വീണയ്ക്ക് സ്വത്തുവകകൾ ഉള്ളത് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയതും. അങ്ങനെയാണ് 80 സെന്റ് ഭൂമിയിലേക്ക് അന്വേഷണം എത്തിയത്. അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം കണ്ടെത്തേണ്ട സ്വത്തുക്കൾ എന്ന് പറയുന്നത് 2,82,00,000 രൂപയ്ക്ക് തത്തുല്യമായ സ്വത്തുവകകളാണ് ടി വീണയുടേതായി കണ്ടുകെട്ടുന്നത്. കാരണം ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 2,82,00,000 രൂപ അനധികൃതമായി CMRൽ നിന്നും എക്സാലോജിക്കിന് ലഭിച്ചു, ടി വീണയ്ക്ക് ലഭിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പണത്തിന് തത്തുല്യമായ തുക കണ്ടുകെട്ടാനുള്ള ഒരു നടപടിയിലേക്ക് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 242 അക്കൗണ്ടുകളിലായിട്ടുള്ള 18.36 കോടി രൂപയുടെ സ്വത്തുക്കളായിരുന്നു മരവിപ്പിച്ചിരുന്നത്. അതിൽ 1.5 ലക്ഷം രൂപയുടെ തുക മാത്രമായിരുന്നു ടി വീണയുടേതായി ഉണ്ടായിരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ വീണ്ടും തത്തുല്യമായ തുകയ്ക്ക് കണ്ടുകെട്ടുന്ന നടപടികൾ തുടരുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ മാസം ആദ്യവും കഴിഞ്ഞ മാസം അവസാനവുമായി അന്വേഷണ സംഘം പിണറായിലടക്കം പരിശോധനയ്ക്ക് എത്തിയതും വില്ലേജ് ഓഫീസർമാരുടെ കൂടി സഹായത്തോടുകൂടി എവിടെയെല്ലാമാണ് ഭൂമി ഉള്ളത് എന്ന് കൃത്യമായി തന്നെ തിട്ടപ്പെടുത്തുകയും ചെയ്തത്. ഈ 2.5 കോടി രൂപ കണ്ടുകെട്ടുന്നതോടുകൂടി തന്നെ വീണയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഏകദേശം സ്വത്ത് കണ്ടുകെട്ടൽ നടപടികൾ പൂർത്തിയാകും. അതോടൊപ്പം തന്നെ മറ്റൊരു ഭൂമി കൂടി പിണറായി വിജയൻ്റെ വീടിനോട് ചേർന്ന് മറ്റൊരു ഭൂമി കൂടി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അത് എത്ര സെന്റാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല. അങ്ങനെയെങ്കിൽ ആ തുകയ്ക്ക് തുല്യമായി 2,82,00,000 രൂപ കണ്ടുകിട്ടുന്നതിന്റെ ഭാഗമായി ആ ഭൂമി കൂടി കണ്ടുകിട്ടുന്ന നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ ഒരു അവലോകന യോഗം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥരുടേതായി ചേർന്നിരുന്നു. ആ അവലോകന യോഗത്തിലെടുത്ത ഒരു തീരുമാനം എന്ന് പറയുന്നത് തുടർ നടപടികൾ ശക്തമാക്കുക എന്നത് തന്നെയാണ്. കാരണം കണ്ടുകെട്ടാനുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് കടക്കുക, മരവിപ്പിക്കുന്ന സ്വത്തുക്കൾ മരവിപ്പിക്കുന്ന നടപടികൾ മുന്നോട്ട് പോവുക, ആവശ്യമെങ്കിൽ ആരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള കൃത്യമായി തന്നെയുള്ള നിർദ്ദേശങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ, അഡീഷണൽ ഡയറക്ടർ അടക്കമുള്ള, ഒപ്പം തന്നെ കേരളത്തിൻ്റെ കൂടി ചുമതലയുള്ള ദക്ഷിണമേഖലാ മേധാവി, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മേധാവി അടക്കമുള്ള ആളുകൾ IOയ്ക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകമായി തന്നെ നൽകിയിരുന്നു. അത് മാസപ്പടി കേസിലാണെങ്കിലും ഒപ്പം തന്നെ അവയവക്കടത്ത് കേസിലാണെങ്കിലും തന്നെ ആവശ്യമുള്ള എല്ലാവരെയും ചോദ്യം ചെയ്ത് തുടർ നടപടികളിലേക്ക് കടക്കാമെന്ന ഒരു കർശനമായ നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മാസപ്പടി കേസിൽ ടി വീണയുടെ കൂടുതൽ സ്വത്തുവകകൾ കണ്ടുകെട്ടുന്ന ഒരു നടപടിയിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. ടി വീണയുടെ മാത്രമല്ല മറ്റു കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള അന്വേഷണം നേടുന്ന മറ്റു ചില ആളുകളുടെ കൂടി സ്വത്തുക്കൾ ഇത്തരത്തിൽ അന്വേഷണ സംഘം തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതും വൈകാതെ കണ്ടുകെട്ടുന്ന നടപടിയിലേക്കായിരിക്കും കടക്കുക. പ്രജിത്ത്.